ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീറ ഷൂസ്. അപ്പോൾ ഇന്ന് ദില്ലുവിൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ നമ്മൾ ഓവറായിട്ട് എന്താ പറയുക, ബർത്ത്ഡേ സെലിബ്രേഷനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനാണ്. ഫസ്റ്റ് എനിക്ക് ദില്ലുവിനോട് പറഞ്ഞത് ഒരു ബെൽറ്റ് വാങ്ങാനാണ്. അപ്പം ഞാനൊരു ബെൽറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നാളെ മറ്റന്നാളൊക്കെ വരുള്ളൂ. അല്ലാതെ എന്നോടൊന്നും പറഞ്ഞില്ല. ഓൾറെഡി ബർത്ത്ഡേ ഒന്നും എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം ഞാൻ വന്നതിന് ശേഷമാണ് ഇതൊക്കെ തുടങ്ങിയത്. അപ്പം ഇന്നിപ്പോൾ ബർത്ത്ഡേ ആണ്. അപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് ഞാൻ പുറത്ത് പോയില്ല. കാരണം എമ്മിക്കുട്ടി ഉള്ളതുകൊണ്ട് പുറത്ത് പോകാൻ കഴിയില്ല ഗൈസ്. അപ്പം വീട്ടിൽ തന്നെയാണ് നമ്മളിപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ രീതിയിലൊരു സർപ്രൈസിങ് കൊടുക്കാമെന്ന്. അപ്പം ഞാൻ മുത്തുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഗൈസ് കേക്ക് മേടിക്കാൻ. അപ്പോൾ അവൻ കേക്ക് വാങ്ങിയിട്ട് വരും. അപ്പോൾ ദില്ലു ഉറങ്ങാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിക്കാം. ദില്ലും എമിക്കുട്ടിയും കണ്ടോ ഗേസ്, നല്ല ഉറക്കത്തിലാണ്. ഞാൻ അവിടെ നിന്ന് എണീച്ചതാണ് ഈ ഒരു സർപ്രൈസിന് വേണ്ടി മാത്രം. അപ്പം ഞാൻ എന്താക്കി, എമി എണീച്ചാൽ എല്ലാം കുളവും, അതായത് ഒന്നും വാങ്ങാൻ പോലും കഴിയില്ല. അപ്പം മുത്തു അതാ കേക്കൊക്കെ വാങ്ങി കൊണ്ടുവന്നുണ്ട് ഗൈസ്. അപ്പോൾ ദില്ലു ഉറങ്ങാണ്. അപ്പോൾ ആ ടൈമിന് ഞാൻ സർപ്രൈസ് കൊടുക്കാം. സർപ്രൈസ് എന്ന് വെച്ചാൽ ഓവർ സർപ്രൈസിങ് ഒന്നല്ല. മുത്തുവിനെ കൊണ്ട് ഞാൻ കേക്ക് വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഗേസ്. അപ്പം ഇത് ഞാൻ അവിടെ വെക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല നെയ്ച്ചോറുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല കടായി ഉണ്ടായിരുന്നു. ഇത് രണ്ടാണ് ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് വെച്ചത്. ദില്ലു ഇത് പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല ഞങ്ങളിങ്ങനെ വെക്കുന്നൊന്നും. അപ്പം ഇതൊക്കെ കൂട്ടിയിട്ട് ദില്ലു കഴിക്കായിരുന്നു ഗേസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മാണ് ഈ ഇതൊക്കെ വെച്ചത്, നെയ്ച്ചോറും കറിയൊക്കെ ഉമ്മാണ് വെച്ചത്. അപ്പം ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തതെന്ന് മാത്രം. പിന്നെ നല്ല അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ബോയ് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഗൈസ്. ഞാൻ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ എനിക്ക് തർക്കുത്തരമാണ് കിട്ടിയത് കൊണ്ട് ഞാൻ എന്താക്കി അപ്ലോഡ് ചെയ്തില്ല. പിന്നെ എൻ്റെ സൗണ്ട് പോയിട്ടുണ്ട്. 2 ദിവസം ക്ലാസ്സിന് വേണ്ടി സ്ട്രെയിൻ ചെയ്തപ്പോൾ പിന്നെയും സൗണ്ട് പോയി ഗൈസ്. പിന്നെ കാലാവസ്ഥ പെട്ടെന്ന് മാറിയത് കൊണ്ടും. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പം പായസം വെച്ചിട്ടുണ്ടേനും, നല്ല സേമിയ പായസം. ആ കുഞ്ഞ് ബൗൾ എമിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പായസം നേരെ എമിക്ക് കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ നോ മൈൻഡ്, ഫോണും കണ്ടവിടെ ഇരിക്കുകയാണ്. ഓ പായസമൊക്കെ വേണ്ട. എമിമോള് പൊതുവേ ഒന്നും കഴിക്കാറില്ല, കണ്ടില്ലേ, പായസം വരെ അവൾക്ക് വേണ്ട. അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ്. എനിക്ക് പൊതുവേ പായസം ഇഷ്ടമാണ്. പാലടപ്രഥമൻ, അടപ്രഥമനൊക്കെ മൈ ഫേവറേറ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഈവനിങ് ഒക്കെ ആയപ്പം കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ വാങ്ങിച്ച കേക്ക് ഉണ്ടല്ലോ, ഹാപ്പി ബർത്ത്ഡേ ദില്ലു ദില്ലു എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. അപ്പം അതൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട് ഗേസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ കൊച്ചു സന്തോഷം ഞങ്ങളിങ്ങനെ പങ്കിടുകയാണ്. അതിൽ വിചാരിച്ചിട്ട് പോലുമില്ല എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ആവും, കേക്ക് മുറിക്കും, ഫുഡ് ഉണ്ടാക്കും ഒന്നും വിചാരിച്ചില്ല. കഴിഞ്ഞ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ നല്ലോണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തീരുമാനിച്ച ബർത്ത്ഡേ ഒന്നും വലിയ സെലിബ്രേഷൻ ഉണ്ടാ, നമ്മളെ ആനിവേഴ്സറി, പിന്നെ എമീൻ്റെ ബർത്ത്ഡേ, അതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. പിന്നെ എൻ്റെ എമി മോൾ അവിടെ ഇരുന്ന് കേക്ക് കഴിക്കുന്നത് കണ്ടു ഗേസ്. കേക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. കേക്ക് ഇഷ്ടാ? ആരെന്നതാ കേക്ക്? പപ്പ തന്നതാ? പപ്പന്റെ ബർത്ത്ഡേ ആണോ? അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.